അപ്പോൾ അമ്മേ ഞാൻ അടുത്തത് കത്തിക്കട്ടെ. എന്റെ ഋഷിക്ക് അത് ബാക്കിലേക്ക് പിടിക്കും. അടപ്പ് പൊട്ടിച്ചില്ല. വിഷുവിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ചക്രാണ് പൊട്ടിക്കുന്നത്. ഋഷിക കിടുവാ. നമ്മൾ ഷോർട്ട് പുട്ട് പൊട്ടിക്കാൻ പോവാണ്. ഷോർട്ട് പുട്ട് മോളി പൊട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പലവെള്ളത്തിൽ കിട്ടും. പാപ്പന്റെ പറത്. അപ്പൊ ഗൈസ് എന്താണ് പൊട്ടിക്കണത്? നമ്മള് ഷോർട്ട് പുട്ട്. ഷോർട്ട് പുട്ടാണ്, പാമ്പൊന്നുമില്ല. അപ്പോൾ ഷോർട്ട് പുട്ടാണ് കത്തിക്കുന്നത്. ഓടണ്ട, അത് ഇങ്ങോട്ട് വരില്ല. ദേ പോയി ഗൈസ്. അപ്പോൾ ഷോർട്ട് പുട്ടാണ് പൊട്ടിക്കുന്നത്. എന്നാണ് കേട്ടോ വിഷ്ണു പാപ്പൻ്റെ വീട്. ശശിക ബാ, അതും ഇങ്ങോട്ട് എത്തില്ല. ഓക്കെ ഗൈസ്, പാപ്പൻ പൊട്ടിക്കാൻ പോവാണ്. എനിക്ക് അങ്ങോട്ട് കാണില്ല, കാര്യം അവിടെ ലൈറ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തപ്പ സംഭവിച്ചേ? ഇനി വേറെ പെട്ടിയില്ല. കൊറേ മോളി പോയി പൊട്ടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. മോളി പോയി പൊട്ടുന്നതൊക്കെ ഉണ്ട്. അത് പോയി എടുക്കട്ടെ ഗൈസ്. നേരത്തെ ഒരു കുഴപ്പം പറ്റി, ഇത് മൂടി ഓപ്പൺ ചെയ്തില്ല. അതാണ് അങ്ങനെ സംഭവിച്ചേ. അല്ലെങ്കിൽ മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു കേട്ടോ. ഇതേ പാപ്പം പൊട്ടിക്കാൻ പോകണം. ഗൈസ്, ഇത് പൊള്ളി സാധനമായിരുന്നു. ഇനിയും ഉണ്ട് കേട്ടോ പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് തന്നെ ഫുള്ള് പൊട്ടിക്കില്ല, നാളെയും കൂടിയും കുറച്ച് പൊട്ടിക്കും. സെറ്റായിരുന്നു. ഋഷികൊക്കെ കണ്ടം വഴി ഓടി ഗൈസ്. അപ്പുറത്തും ഇപ്പുറത്തും പടക്കം പൊട്ടിക്കല്. ബാഡി, നീ വേണമെങ്കിൽ ഇവിടെ നിന്നോ. ഇപ്പൊ ശരിക്കും ഒരു വിഷു മൂഡ് ഓണായ പോലെ. ഏതാ മൂഡ്? വിഷു മൂഡ്. അമ്പോ, അത് സൂപ്പർ. കഴിഞ്ഞു. എങ്ങനെയുണ്ടായി ഋഷിക? അതെ, ഒരെണ്ണം ആദ്യം കത്തിച്ചാൽ മതി.
അപ്പൊ ഗൈസ് നേരത്തെ അച്ഛന്ന് പറഞ്ഞത് അച്ഛനല്ല, വേറൊരു വീട്ടിലത്തെ അച്ഛനാണത്. അപ്പൊ തെറ്റിപ്പോയി. ദേ പൊട്ടിച്ചു പൊട്ടിച്ചു ഞാൻ വിചാരിച്ചില്ല സച്ച് സാധനമായിരുന്നു. ഇത് പൊള്ളിയാണ് കേട്ടോ, പൊള്ളി സാധനം. നിങ്ങള് പൊട്ടിസാരൊക്കെ കമന്റ് ചെയ്യണമെന്ന്. ദേ വേറൊരു അച്ഛൻ വരുന്നു. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെന്താ പറയാൻ വന്നേ, ഇനി നമുക്ക് വേറെ പൊട്ടിക്കാണ്ടോ പടക്കം. അപ്പൊ ഇത് നല്ല നല്ല പടക്കാണ് കേട്ടോ. പൊള്ളി ഗൈസ്, പൊള്ളി. ഡി അച്ഛ വരുന്നുണ്ട് ഗൈസ്, അച്ഛ വന്നു. ഞാൻ അടുത്തത് കത്തിക്കട്ടെ. അമ്മേ അമ്പോ സൂപ്പർ സാധനല്ലോ അമ്മേ. ഹാപ്പി വിഷു ഗൈസ്. ഒന്നുകൂടി പറ. ഹാപ്പി വിഷു ഗൈസ്. ഓക്കെ ഗൈസ്, കത്തിക്കാണ്. ഇത് അമ്മയുടെ ഫോണായിരിക്കും, അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഞാൻ ഫോണിൽ കളിച്ചിരുന്നോണ്ട് ചാർജ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഹാപ്പി വിഷു. അപ്പൊ എല്ലാവരും വിഷു നന്നായിട്ട് ആഘോഷിക്കുക. ഫോട്ടോ എടുത്തിട്ട് ആരൊക്കെ പടക്കം പൊട്ടിച്ചിട്ടുണ്ട് ആരൊക്കെ കമന്റ് ചെയ്യൂട്ടോ. അവള് പറഞ്ഞ പോലെ ഹായ്. അമ്മമ്മ ഹായ് പറ. അല്ല, നമ്മുടെ അച്ഛമ്മ. അമ്മ പടക്കം പൊട്ടിച്ച് അത്യാവശ്യമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മള് കണി വെക്കാൻ പോവാണ്. കാലൊന്നും ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട്. പൊള്ളിയുണ്ട് ചെറുതായിട്ട്. അത് വെല്ലും പിന്നെ തള്ളവരന്റെ ഇപ്പുറത്താണ്. അതാണ് പൊള്ളിയേക്കുന്നത്. പിന്നെ നല്ല ചെറുതിന്റെ ഇടയില് ചെറിയ കല്ലിന്. അപ്പൊ കണി വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മള് നേരെ പടക്കം പൊട്ടിക്കും. കമ്പിത്തിരി, മേശാപ്പൂ, തലച്ചക്രം കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ അതാണ് കത്തിക്കുക കണി വെച്ച് കഴിഞ്ഞിട്ട്. കാര്യം അത് തീർക്കണം. ബാക്കിയുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ടാ നമുക്ക് ഇതിന് പൊട്ടിക്കണം. എന്തിനാ? ഓണത്തിനല്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. വിഷുവിൻ്റെ കണിയുടെ വീഡിയോ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.